ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു അത്തം ഇടാൻ പോവുകയാണ്. അപ്പം ഇന്ന് അത്തം ഒന്നാണ്. അപ്പോൾ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു അത്തപ്പൂ ഇടാന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ പൂക്കളൊന്ന് കളക്ട് ചെയ്തിട്ട് വരാം കേട്ടോ. പൂക്കൾ ഇതുവരെ കളക്ട് ചെയ്തില്ല, അപ്പോൾ കളക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ പൂവൊക്കെ പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ടാൽ മതി. പക്ഷേ ആണെങ്കിൽ നമ്മളൊന്നും കൂടി റൗണ്ട് വരയ്ക്കണം, ഇങ്ങനെ ഡിസൈൻ കണക്ക് വരയ്ക്കണം. ഞാൻ സിമ്പിൾ രീതിയിലാണ് ഇടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ സിമ്പിൾ രീതിയിലാണ് ഇടുന്നത്. പിന്നെ കുറച്ച് മഴയൊക്കെ ഇവിടെ പെയ്തിട്ടുണ്ട്, അപ്പം നമുക്ക് ഇടാം. ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ നമ്മൾ കള്ളത്തിനകത്തൊക്കെ നമ്മൾ ചെളി വെച്ചാണ് ഇടുന്നത്. ഇവിടെ ചാണകമൊന്നും വലുതായിട്ട് അത്രയ്ക്ക് കിട്ടത്തില്ല. ഇവിടെ പൂവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൂവ് കിട്ടുകയുള്ളൂ, കാരണം ഇപ്പോൾ വലുതായിട്ട് പൂവൊന്നും പൂക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെച്ചിട്ടാണ്, അതുകൊണ്ടൊക്കെ നമ്മൾ കുറച്ച് കളമാണ് റൗണ്ട് ആക്കിയത് കേട്ടോ. അപ്പോൾ ഇവിടെ മഴയാണ്, നല്ല മഴയുണ്ട്, ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, എന്നാലും നമ്മൾ തളരത്തില്ല. അപ്പോൾ നമ്മൾ ഇതാണ് ഇടാൻ പോകുന്നത്. ഇത് ഒരു പൂവേ കിട്ടിയുള്ളൂ, ഞാൻ അതുകൊണ്ടാണ് നടുക്കായിട്ട് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്തൊക്കെ പോകുന്നത് മഞ്ഞ പൂവാണ്. ഇത് കുറച്ച് കിട്ടുള്ളൂ, ഇതിവിടെ കാടുകളിലൊക്കെ പിടിക്കുന്നത് നമ്മുടെ അറ്റത്ത് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പൊന്നിയിരിക്കും. അത് പൊടിഞ്ഞ് പോയിട്ടുണ്ട്. ഇല്ല, അടുത്ത വീണ്ടും എടുത്തിട്ട് വെട്ടി വെക്കാം. ചിലത് ഇങ്ങനെ വളരും കേട്ടോ. എല്ലാം പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നുണ്ടോ. ഞാൻ പിച്ചേൻ്റെ കുഴപ്പമാണോ എനിക്ക്. നമുക്ക് ഓരോ എണ്ണം കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് വെച്ച് കൊടുക്കാം. അടുത്ത് ഇടാൻ പോകുന്നത് ഒരു ഓറഞ്ച് പൂവാണ്. നമ്മൾ ഈ ഒരു കോളത്തിൽ ഇതായിരിക്കും കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോളത്തിൽ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി അടുത്ത് ഇടാൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ ചെമ്പരത്തി ഇടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ചെമ്പരത്തി ഒരു കോളത്തിൽ ഫില്ലാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 കോളത്തിൽ ഫില്ലാക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു കോളത്തിൽ നമ്മൾ ഈ മഞ്ഞപ്പൂ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കാട്ടിലൊക്കെ വളരുന്ന അത് സെയിം പൂ തന്നെയാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെമ്പരത്തിയിലുണ്ടല്ലോ, അതാണ് നമ്മളെ പറിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഏരിയയിലുള്ള പൂക്കളൊക്കെ വെച്ചാണ് ചെയ്തത്. അല്ലാതെ പുറത്തുനിന്ന് ഒരു പൂവും ഞങ്ങൾ മേടിച്ചിട്ടില്ല. നമ്മൾ ഇതൊക്കെ ഇടുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു പൂ എടുത്തിട്ട് ചെമ്പരത്തി തന്നെ എടുത്തിട്ട് മുന്നേ സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന വിചാരിച്ചിട്ടാണ്. നമ്മളെ ഏരിയയിൽ നിന്ന് പിച്ച് ചെയ്താണ് കേട്ടോ ഇതെല്ലാം. അല്ലാതെ വേറെ ഇവിടുന്ന് വീടിച്ചില്ല. വെള്ളമൊക്കെ വീഴുന്നുണ്ട്, മഴ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഈ അത്തപ്പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കൊച്ചൊരു അത്തപ്പൂവാണ് ഇട്ടത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, കൊള്ളാവ് കളർ ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്കാണെങ്കിൽ ഒരു ചെമ്പരത്തി കിട്ടുന്നത് വേറെ കളറാണ്. അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ കൊച്ചു അത്തപ്പൂവാണ്. അപ്പോൾ ഗൈസ്, നമ്മളുടെ അത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കൊച്ചത്താണ് കേട്ടോ. നമ്മൾ ഈ സൈഡിലൊക്കെ ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ടാണ് ഇട്ടത്. നമുക്ക് അതിൻ്റേതായ കുറവൊക്കെ കാണും. അപ്പോൾ ഗൈസ്, നിങ്ങൾ കൊള്ളാവോ കൊള്ളത്തില്ലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെന്തായാലും നമ്മൾ തിരുവോണത്തിന് ഞങ്ങൾ എന്തായാലും പുറത്തുനിന്ന് പൂ വാങ്ങിച്ചിട്ടിടും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരും. ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോക്കകത്ത് വരുന്നവരെ ബൈ.